പാർട്ടി ഇത്തരമൊരു ഗൗരവമായ ആലോചന നടത്തുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രവർത്തക യോഗം വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഇന്നത്തെ സെക്രട്ടേറിയറ്റോ നാളത്തെ ജില്ലാ കമ്മിറ്റിയോ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, നേരത്തെ തന്നെ ഇതിൻ്റെ ആലോചനകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 27-ാം തീയതി പയ്യന്നൂരിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രവർത്തക യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യോഗത്തിൻ്റെ വിവരം എൻ്റെ വാട്സപ്പിൽ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഒരു കാര്യമായി ഞാൻ കാണുന്നേ ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായും ഞാൻ കാണുന്നില്ല. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, ഒപ്പം ശ്രീ എൻ വി ബാലകൃഷ്ണൻ പൊതുപ്രവർത്തകൻ, ശ്രീ എം ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ, ശ്രീ വി ആർ അനൂപ് കോൺഗ്രസിൽ നിന്ന്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. ഞങ്ങളുടെ ഫണ്ട് നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പരാതി എന്ന് ഇപ്പോഴും പാർട്ടി ഘടകത്തിൽ പ്രധാനിയായി തുടരുന്ന അങ്ങയോട് CPM ചോദിക്കുകയാണ്. അത് പറയാൻ തുടങ്ങിയത് ഇപ്പം മാത്രമല്ല, 2022 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് കീഴെ റിപ്പോർട്ട് ചെയ്തത് ഇതേ കാര്യങ്ങളാണ്. ഒരു പൈസയും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളും വ്യക്തിപരമായി 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്നതാണ് അന്ന് പറഞ്ഞത്. അത് ശരിയായ ഒരു നിലപാടല്ല എന്ന് അന്ന് തന്നെ കമ്മിറ്റിക്കകത്ത് ഞാൻ ഉന്നയിക്കുകയും അതേ തുടർന്ന് ഞാൻ പൊതുപ്രവർത്തനം അവസാനിച്ചതായി ആ ഏരിയ കമ്മിറ്റി യോഗത്തിൽ തന്നെ പറയുകയും ചെയ്തതാണ്. തുടർന്ന് 8 മാസക്കാലത്തോളം ഞാനൊരു പ്രവർത്തനത്തിലും പങ്കെടുത്തിട്ടില്ല. പിന്നീട് നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി പാർട്ടിയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ശ്രീ കുഞ്ഞികൃഷ്ണൻ, അതായത് അതിനുശേഷവും ഒരു നിമിഷം, അങ്ങനെ പാർട്ടിയിലേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരികെ വരാൻ അങ്ങെടുത്ത തീരുമാനം എങ്ങനെയായിരുന്നു? അതായത് ഈ കാര്യങ്ങളിൽ അങ്ങേക്ക് പിന്നീട് ബോധ്യപ്പെടൽ ഉണ്ടായത് കൊണ്ടാണോ? അതായത് പാർട്ടി ഫണ്ടിന്റെ വിനിയോഗമോ രക്തസാക്ഷി ഫണ്ടിന്റെ വിനിയോഗമോ ഈ സ്ഥലമിടപാട് സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർട്ടി കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ അങ്ങ് ഉന്നയിച്ചത്. ഈ കാര്യങ്ങളിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന ബോധ്യത്തിന്മേലാണോ അതോ ഒരു സമവായത്തിന് വഴിപ്പെട്ടാണോ? തെറ്റുപറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടല്ല, സമവായത്തിന് വഴിപ്പെട്ടുമല്ല. ഇതിൽ ചില ആളുകളുടെ പേരിൽ 2022 അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ്. 1 വർഷം പൂർത്തിയാകുന്ന തീയതിക്ക് തന്നെ അവരെയെല്ലാം പഴയ സ്ഥാനങ്ങളിൽ അവരോധിക്കുന്ന തീരുമാനം ജില്ലാ നേതൃത്വം എടുത്തു. പക്ഷേ എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ മേലെ മറ്റൊരു തീരുമാനവും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നത്. അതൊരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല. അപ്പം ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ അതിന് പകരമായി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കുക എന്ന തീരുമാനമാണ്. ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഏതാണ്ട് തുല്യ അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവായി പങ്കെടുപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്.
കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതായത് പാർട്ടി ഒരു തിരുത്തലിന് തയ്യാറായി എന്നാണ് അങ്ങ് അന്ന് വിചാരിച്ചത് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തിരുത്തുകയും ചെയ്യാം. നോക്കൂ, ഇതിപ്പോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ ആരെ സംബന്ധിച്ചിടത്തോളവും രക്തസാക്ഷി എന്ന് പറയുന്നതാണ് പാർട്ടിയുടെ ഘടകത്തിന്റെ ഏറ്റവും, അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിലെ ഏറ്റവും പാവനമെന്ന് വിചാരിക്കുന്ന പദവി. അങ്ങനെ അതൊരു ചോരപ്പണമാണല്ലേ പിരിച്ചെടുക്കുന്നത് അണികളിൽ നിന്ന്. ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ രണ്ടാമത്തെ ദൗത്യം എന്നാണ് വിചാരിക്കാറ്. അതിലൊരു വെട്ടിപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പ്രതിരോധം ശക്തമായിരിക്കും. അതുകൊണ്ടാണ് പയ്യന്നൂർ മേഖലയിലടക്കം വ്യാപകമായി അങ്ങേക്കെതിരെ പോസ്റ്ററുകൾ ഉണ്ടായത്. ഇന്നിപ്പോൾ അങ്ങേ അനുകൂലിച്ചും ഒരു പോസ്റ്റർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഈ പോസ്റ്റർ യുദ്ധം കൊണ്ടോ അങ്ങേ പുറത്താക്കൽ കൊണ്ടോ ഒക്കെ നോക്കൂ, ഇപ്പം ചെറിയതാണെങ്കിലും കുറച്ചാളുകൾ അങ്ങേ അനുകൂലിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ടിയിലെ ഈ ആശയ സംഘട്ടനം തുടരും എന്നാണോ വിചാരിക്കുന്നത്? അതോ അനിവാര്യമായ തീരുമാനം എന്ന നിലയ്ക്ക് അങ്ങ് പാർട്ടിയുടെ പുറത്തു പോകും എന്നാണോ? അല്ല, എന്ത് നടപടി സ്വീകരിക്കും എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ജില്ലാ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഇത്തരമൊരു, നിങ്ങൾ പറഞ്ഞതുപോലെ രക്തസാക്ഷി ഫണ്ടിൽ ഈ കൃത്രിമം അതല്ലെങ്കിൽ തിരിമറി നടന്നു എന്നതാണ് എന്നെ ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു സംഗതി. ഇത് അംഗീകരിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. അതിന്മേൽ ഒരു സന്ധിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഏർപ്പെടാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 4-5 വർഷക്കാലമായി എൻ്റെ പോരാട്ടം പാർട്ടിക്കകത്ത് തുടർന്നു വന്നത്. അപ്പോൾ പാർട്ടിക്കകത്തുള്ള പോരാട്ടം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന ഘട്ടത്തിലാണ് ഇത് ജനങ്ങളോട് തുറന്നു പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത് എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റ് പോസ്റ്റർ പ്രചരണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അത്ര ഗൗരവത്തിൽ കാണേണ്ട കാര്യമല്ല. ഒരാൾ വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫ്ലക്സിൻ്റെ കാലം, നിമിഷങ്ങൾക്കകം ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഒരാൾ വിചാരിച്ചാൽ ആ പോസ്റ്റർ. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് ഞാൻ ശരിയാണെന്ന് പാർട്ടിക്കുള്ളിൽ പലർക്കും അറിയാം എന്നാണ്. ആർക്കാണ് അറിയാവുന്നത്? അങ്ങ് പലരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കം പലരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിയാണ് എന്ന് പലർക്കും അറിയാമെന്ന് പറയുമ്പോൾ ശരിയായിട്ടും അങ്ങയുടെ കൂടെ നിൽക്കാത്തത് എന്താണ്? ശരിയാണ് എന്ന് പലർക്കും ബോധ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല പറഞ്ഞത്. കാരണം ഇതിനാവശ്യമായ എല്ലാ തെളിവുകളും ഞാൻ നേതൃത്വത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സന്നദ്ധമായത്? ആരൊക്കെയാണ് ഈ കണക്കുകളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ തയ്യാറായത് എന്നതിനെക്കുറിച്ചും ഒന്നും എൻ്റെ മുമ്പിൽ ഒരു വിവരമില്ല. അതുകൊണ്ട് അത് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നതല്ല. ശരി, ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോളട്ടെ. ഇപ്പോൾ ജില്ലാ ഘടകത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് ഇന്നലെ വന്നു. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് 8 മാസങ്ങൾക്ക് മുൻപ് അങ്ങതിൽ തെറ്റു സമ്മതിച്ചു എന്നാണ്. ശ്രീ കുഞ്ഞികൃഷ്ണൻ 8 മാസങ്ങൾക്ക് മുൻപ് പാർട്ടിക്ക് മുൻപാകെ അങ്ങേക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചു എന്നാണ്. അങ്ങ് അങ്ങനെ സമ്മതിക്കുകയുണ്ടായോ? ഇത് ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രചരണ തന്ത്രമാണ്. 8 മാസം മുമ്പ് ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ 2 വിഷയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അത് പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ഒന്ന്, EP ജയരാജൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടും പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ കണ്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നടക്കുന്ന ചർച്ച, അത് ഞാൻ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തൊരു വിഷയം, പയ്യന്നൂരിലെ ഒരു സഹകരണ സ്ഥാപനം ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കമ്മീഷൻ ഉണ്ട് എന്ന നിലയിലുള്ള ഒരു വിമർശനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കുകയാണ് ചെയ്തത്. പുറത്താടിയും പറഞ്ഞതല്ല, ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഉന്നയിച്ചത്. ഈ 2 വിഷയങ്ങളുടെ മേലെയാണ് ഒരു കമ്മീഷനെ നിയോഗിച്ച് ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ
ഞാൻ തെറ്റ് സമ്മതിച്ചു എന്നും അതിൻ്റെ ഭാഗമായി എന്നെ ശാസിക്കാൻ തീരുമാനിച്ചു എന്നും ഉള്ളത്. അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 2002 ഫണ്ട് വിവാദത്തിൻ്റെ മേലെയാണ് ഈ തെറ്റ് സമ്മതിച്ചത് എന്നും ഈ നടപടി സ്വീകരിച്ചത് എന്നും ബോധപൂർവം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ രണ്ട് വിഷയത്തിന്റെ വധഭീഷണിയുണ്ടോ? ഓ, ഇതുവരെ ഇല്ല. ശരി, അപ്പോൾ ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം അങ്ങനെ പറയുന്ന സാഹചര്യം എന്താണ്? അല്ല, അതെന്തെങ്കിലും വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു വിവരം ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇന്നലത്തെ അവിടുത്തെ സംഘർഷത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സംഘർഷം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നതാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാട്. മുമ്പ് വളരെ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങൾ പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള പരിശ്രമം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അത്രത്തോളം നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടി ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്ത് കീഴെ ബ്രാഞ്ച് തലം വരെ റിപ്പോർട്ട് ചെയ്തത് പാർട്ടിയുടെ മുൻകൈയിൽ ഒരക്രമ സംഭവവും കേരളത്തിൽ എവിടെയും നടക്കാൻ പാടില്ല എന്നതാണ്. ശരി, ഓക്കെ. അതുകൊണ്ട് തന്നെ അക്രമ സംഭവങ്ങൾ കേരളത്തിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. ശരി, ഞാൻ അങ്ങേലേക്ക് വരാമേ. ഞാൻ അങ്ങ് തുടരണം, അങ്ങേലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ശ്രീ ജയചന്ദ്രൻ, ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് CV ധനരാജനെ വീണ്ടും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെ ഒരു വരിയുണ്ട്. അതായത് പാർട്ടിക്ക് വേണ്ടി ഊർജ്ജസ്വലനായ ഒരു നേതാവ്, ഒരു സഖാവ്, പ്രിയപ്പെട്ട സഖാവ് ജീവൻ വെടിഞ്ഞതിന് ശേഷം ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്തം അതിൽ വീഴ്ച വരുത്തുകയും ആ ചോരപ്പണത്തിൽ നിന്ന് കൈയിട്ട് വാരുകയും ചെയ്തിരിക്കുന്നു എന്ന വിമർശനം മുന്നിൽ വെച്ചുകൊണ്ടാണ് ധനരാജനെ വീണ്ടും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് പൊതുസമൂഹത്തോടും അതിനോടൊപ്പം തന്നെ അണികളോടും മറുപടി പറയേണ്ടി വരില്ലേ ആ രാഷ്ട്രീയ വിമർശനത്തിന്? ഇതൊക്കെ എന്ത് മറുപടിയാണ് അർഹിക്കുന്നത് മാധു? ഈ ടി സിദ്ദിഖിൻ്റെ ഈ പോസ്റ്റിന് എന്ത് മറുപടിയാണ് അർഹിക്കുന്നത്? എന്താണ് ധനരാജിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്, അല്ലെങ്കിൽ RSSനും BJPക്കും ഉള്ളത്? ഇന്നലെ ഇവരൊക്കെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയല്ലോ, പയ്യന്നൂർ കിടന്ന് MLA ഓഫീസിന് നേരെയും ഒക്കെ. എന്ത് RSSകാരാണല്ലോ കൊലപ്പെടുത്തിയത് ധനരാജിനെ. പിന്നെ അവർക്കെന്താണ് ഇത്ര ഉത്കണ്ഠ? എന്തിനാണ് ഇന്നലെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇവർ MLA ഓഫീസിൽ കയറാൻ ശ്രമിക്കുന്ന എന്തിനാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ? അപ്പോൾ ബോധപൂർവം പ്രശ്നം സൃഷ്ടിക്കാൻ തന്നെയാണുള്ള തർക്കമൊന്നുമില്ലല്ലോ. എന്തിനാണ് അങ്ങനെ പ്രശ്നം സൃഷ്ടിക്കുന്നത്? വിമർശനമുണ്ടോ അങ്ങേക്ക്? അങ്ങനെ ഒരു ആരോപണമുണ്ടോ? ഇത് കോൺഗ്രസ് നേതാവിന്റെ ടി സിദ്ദിഖ് MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിവരമാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് RSSമായി ക്ലബ് ചെയ്യുന്നത് എന്തിനാണ് അതിനെ? അപ്പോൾ അവർ മാത്രമല്ല, RSS ആണ് കോൺഗ്രസ് കൊന്നു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. RSS ആണ് ധനരാജിനെ കൊന്നത്. അവരാണല്ലോ ഇന്നലെ അവിടെ വേറൊരു കൂട്ടർ, കോൺഗ്രസ് കഴിഞ്ഞാൽ വേറൊരു കൂട്ടരായിട്ട് പയ്യന്നൂർ ബഹളം ഉണ്ടാക്കി വരികയും അക്രമം നടത്തുകയും ചെയ്തൊരു കൂട്ടർ അവരാണല്ലോ. ഒന്ന് കോൺഗ്രസും ഒന്ന് RSSും ആണല്ലോ. അപ്പോൾ RSS ആക്രമിച്ചവർക്ക് എന്താണ് യോഗ്യത? പിന്നെ ഈ കോൺഗ്രസ് ഇങ്ങനെ വന്നൊരു MLAയുടെ ഓഫീസിൽ നേരെയാണ് അതിക്രമം കാട്ടേണ്ടത്, ഉത്തരവാദിത്തോടെയാണ് പറയുന്നതെങ്കിൽ പിന്നെ ഈ ധനരാജിൻ്റെ കുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ. ആ കുടുംബമൊക്കെ അവിടെ ഇല്ലേ? പയ്യന്നൂർ തന്നെ ഉള്ളവരാണെന്ന് ഇവർ. വെറുതെ അങ്ങനെ പറഞ്ഞ് പോവാ സിദ്ദിഖേ. ഇത് പറയുമ്പോൾ ഇപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പറയുന്നതിന് അദ്ദേഹത്തിൻ്റേതായ കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്. അത് അദ്ദേഹം ഉത്തരവാദിത്തോടെ ഇപ്പോൾ ഈ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിന്മേൽ കയറി അങ്ങ് പൂണ്ട് വിളയാടാനൊന്നും കഴിയില്ല സിദ്ദിഖ്. ഈ പ്രശ്നം കവർന്നെടുത്തു, മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണല്ലോ, ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന ആളാണല്ലോ കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കാര്യം മധു ഒന്ന് നോക്കൂ. അദ്ദേഹം ഓഡിറ്ററായിരുന്നല്ലോ, ഈ കണക്കുകളൊക്കെ നോക്കാനായി. ആരാണ് ഓഡിറ്റർ തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിന് അറിയാം. ജില്ലാ കമ്മിറ്റിയൊന്നുമല്ല തീരുമാനിച്ചത്, പയ്യന്നൂർ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സെൻറ്ററാണ് തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ ഓഡിറ്ററായിട്ട്.
ഇപ്പോൾ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോടുകൂടിയാണെന്നുണ്ടെങ്കിൽ ഈ മധുസൂദൻ MLA അടക്കമുള്ളവർ ഇദ്ദേഹത്തെ ഓഡിറ്ററായിട്ട് തീരുമാനിക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഇന്ന് പറഞ്ഞില്ല, ഇന്നലെയും അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി, ഈ 70 ലക്ഷം രൂപ അവിടുന്ന് അടിച്ചു മാറ്റി സഹകരണ ജീവനക്കാരുടെ കാണാനില്ല, അക്കൗണ്ടിലില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചോദിക്കട്ടെ, അദ്ദേഹത്തോട്, കുഞ്ഞികൃഷ്ണനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 70 ലക്ഷം രൂപ സഹകരണ ജീവനക്കാർ, പാർട്ടി അംഗങ്ങളും അനുഭാവികളുമായിട്ട് സഹകരണ ജീവനക്കാരുടെ നിന്ന് വാങ്ങിച്ച തുക അക്കൗണ്ടിൽ വന്നിട്ടില്ല. അവരുടെ പണം പിന്നെ പാർട്ടി സമാഹരിച്ച ആ പണമേ വന്നിട്ടില്ല എന്ന് താങ്കൾ ഈ ചർച്ചയിൽ പറയുമോ? രേഖകളില്ല എന്നുള്ള കാര്യം ശരി, പക്ഷേ അക്കൗണ്ടിലില്ല എന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിയുമോ ശ്രീ കുഞ്ഞികൃഷ്ണൻ? ഞാൻ വിചാരിക്കുന്നില്ല താങ്കൾ അങ്ങനെ പറയുമെന്ന്. അതുപോലെ തന്നെ ധൻരാജിൻ്റെ ഈ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഫണ്ടിൽ നിന്ന് അടിയന്തര ഘട്ടത്തിൽ അടിയന്തര സാഹചര്യം എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ പിന്നെ തുക വകമാറ്റിയിട്ടുണ്ട്, യാഥാർത്ഥ്യമാണത്. പക്ഷേ അതുപോലെ തുക തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതെന്താണ് പറയാത്തത്? ഈ ഇങ്ങോട്ട് വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് കൊടുത്തതില്ല എന്നുള്ള നില വരുന്നത് എന്തുകൊണ്ടാണ്? ഓഡിറ്റർക്ക് അതെല്ലാം അറിയാവുന്നതല്ലേ. മറ്റൊരു കാര്യം, ഇനി ഓഡിറ്റിങ്ങിൽ എന്തെങ്കിലും പെശകുണ്ടായാൽ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ഓഡിറ്റാണല്ലോ, പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണല്ലോ. അപ്പോൾ ഒരു ഓഡിറ്റിൽ ഇത്തരത്തിലൊരു ഒരു അനോമലി കണ്ടാൽ, ഒരു അപാകത കണ്ടാൽ സാധാരണഗതിയിൽ നേതൃത്വമായിട്ട് സംസാരിക്കുകയാണ്, ഈ ഇന്ന പ്രശ്നങ്ങളിൽ അപാകതകൾ കാണുന്നുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമാണ്, പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഈ അനോമലികൾക്ക്, ഈ അപാകതകൾക്ക് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? ഇത്തരം കാര്യങ്ങളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ആകെ തുകയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അത് സിദ്ദിഖ് പറയുന്നതല്ല ഞാൻ മുഖവിലേക്ക് എടുക്കുന്നത്. ഈ ചർച്ചയിൽ ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തോടായിട്ട് ചോദിക്കുന്നത്. ഓക്കെ ശ്രീ ജയചന്ദ്രൻ, പക്ഷേ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു ഘടകവിരുദ്ധതയുണ്ട്. അങ്ങ് ചോദിക്കുന്നു രേഖകളില്ല എന്നത് ശരി, അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് പറയുമോ എന്ന്. രേഖകളില്ല, പക്ഷെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്നതിനെയല്ലേ പണം, അതിന്റെ സോഴ്സ് വരവിനെ മറച്ചു വെക്കുക എന്ന് പറയുന്നത്? അതല്ലേ അദ്ദേഹത്തിന്റെയും പരാതി? അല്ലാതെ പറയട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. അദ്ദേഹം പറയട്ടെ, എന്നിട്ട് ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഞാൻ അങ്ങ് ഡയറക്റ്റായി ചോദിച്ചൊരു കാര്യമാണിത്. അക്കൗണ്ട് രേഖകളില്ല എന്നത് ശരി, പക്ഷെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുമോ എന്നാണ് ചോദിക്കുന്നത്. അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്ന് ബോധ്യം അങ്ങേക്കുള്ളതുകൊണ്ടാണല്ലോ അത് അങ്ങ് ആ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പൊ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, രേഖകളില്ല, അതൊരു കുഴപ്പമാണോ എന്നാണോ ചോദിക്കുന്നത്? മാധു, ഞാനേ അല്ല മാധു, ഞാൻ താങ്കളോടല്ലോ ആ ചോദ്യം ഉന്നയിച്ചത്. ശരി, താങ്കൾ എന്നോട് ഞാൻ മറുപടി പറയാനിരിക്കുകയാണ്. മറ്റൊരാളാണല്ലോ കുഞ്ഞികൃഷ്ണൻ. ഒരു മിനിറ്റ് സമയം തരണമേ. ശ്രീ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയാമോ? അക്കൗണ്ടിൽ വന്നിട്ടുള്ള പണമാണോ അതോ അക്കൗണ്ടിൽ വരാത്ത പണമാണോ എന്നുള്ളതാണ് ഈ 70 ലക്ഷം. പറയാം. 2015 സഹകരണ ജീവനക്കാരിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നത്. ആ പണം ബാങ്ക് അക്കൗണ്ടിൽ അടച്ചതാണ്. പക്ഷേ 2021 കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്ക് ഏരിയ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ സഹകരണ ജീവനക്കാരിൽ നിന്ന് ഫണ്ട് പിരിച്ചതിൽ ഒരു നയാ പൈസയുടെ വരവില്ല. അവിടെയാണ് വിഷയം. അത് പരിശോധിച്ചപ്പോൾ 70 ലക്ഷം രൂപ വരും സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച ഫണ്ട്. ഒരു മാസത്തെ ശമ്പളമാണ് അവർ കൊടുത്തത്. പക്ഷേ അക്കൗണ്ടിൽ വന്നത് ഒരു മാസത്തെ ശമ്പളം 64 ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ വന്നത്. 2 സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് അക്കൗണ്ടിൽ വന്നിട്ടില്ല, ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടില്ല. ശരി, അല്ല ഇത് വ്യക്തമാണ്. ഫണ്ട് പിരിച്ചിരുന്നു. ശരി, ഡയറക്റ്റായി ചോദ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ അങ്ങ് മറുപടി പറയട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ല, രണ്ട് ചോദ്യം കൂടിയുണ്ട്. അയാളുടെ 2 ചോദ്യം കൂടിയുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ ധനരാജ് ഫണ്ടിൽ നിന്ന്, അതെ ഞാൻ തന്നെ പറയുന്നത്, ധനരാജ് ഫണ്ടിൽ നിന്ന് താൽക്കാലികമായി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റി, അത് തിരിച്ചു കൊടുത്തില്ലേ എന്നതാണ്. ഇന്നേ വരെ അത് തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ഇതേവരെ പറഞ്ഞത് 35 ലക്ഷം രൂപ വകമാറ്റി എന്നാണ്.
പാർട്ടി ജില്ലാ കമ്മിറ്റി നൽകിയ വിശദീകരണത്തിൽ 40 ലക്ഷം രൂപ വകമാറ്റിയെന്നാണ്. 35 ലക്ഷം എങ്ങനെ 40 ലക്ഷമായി എന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ 70 ലക്ഷം വരവിൽ ഉൾപ്പെടുത്തേണ്ടടുത്ത് ആ വരവിൽ ഉൾപ്പെടുത്തിയാൽ ഈ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റേണ്ട ഒരു കാര്യമില്ല. ശരി ശരി, അല്ല അത് അങ്ങ് വ്യക്തമാക്കിയതാണ്. ഡയറക്ടർ ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ അങ്ങേലേക്ക് വന്നതേ ഉള്ളൂ. ശ്രീ ജയചന്ദ്രൻ പെട്ടെന്ന് മറുപടി പറയാമോ? എനിക്ക് രണ്ട് മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ കുഞ്ഞികൃഷ്ണൻ മറ്റാരും സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ. അതെ, ഇപ്പൊ വ്യക്തമായല്ലോ, താങ്കൾക്കും വ്യക്തമായി എന്ന് തോന്നുന്നു. എനിക്ക് വ്യക്തത കുറവൊന്നുമില്ലായിരുന്നു. ഈ തുടങ്ങുന്നത് 70 അല്ല, വ്യക്തത കുറവുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചത്. 70 ലക്ഷം രൂപ തിരിമറി എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം എന്താണ് പറഞ്ഞത്? 64 ലക്ഷം രൂപയല്ലേ 70 ലക്ഷം രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ താങ്കൾക്ക് വ്യക്തത കുറവുണ്ടായതുകൊണ്ടല്ലേ 70 എന്ന് തന്നെ പറഞ്ഞത്? ഇല്ലേ? അല്ല, അദ്ദേഹം അല്ലേ 64 ലക്ഷം രൂപ ഇപ്പം പറഞ്ഞത് അല്ലേ? അതങ്ങനെയല്ല ശ്രീ ജയചന്ദ്രൻ. രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പണം രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. ആകെ കിട്ടിയത് ഈ 64 ലക്ഷമാണ്. 70 ലക്ഷം രൂപയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അല്ല, 70 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ളതായിരുന്നല്ലോ ഇതുവരെയുള്ള ആരോപണം. ഇപ്പൊ അത് മാറി 64 ആയില്ലേ? 6 ലക്ഷം രൂപ രണ്ട് സ്ഥാപനങ്ങളിൽ കിട്ടിയില്ല എന്നുള്ളതായി മാറിയല്ലോ ഇപ്പൊ. ശരി, അല്ല ഞാൻ മനസ്സിലാക്കിയത് മറിച്ചാണ്. നമുക്കതിൽ ക്ലാരിറ്റി വരുത്തി തന്നെ പോകാം. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണല്ലോ ശ്രീ കുഞ്ഞികൃഷ്ണൻ. അതായത് 6 ലക്ഷം രൂപ മാത്രമാണോ കണക്കിൽപ്പെടാതിരുന്നത്? അല്ല, എൻ്റെ കണക്കനുസരിച്ച് 70 ലക്ഷം രൂപ വരണം. അതിൽ രണ്ട് സ്ഥാപനങ്ങളുടെ ഫണ്ട് ഈ അക്കൗണ്ടിൽ അടച്ചിരുന്നില്ല. അത് എവിടെ പോയി എന്നത് അന്നത്തെ ഏരിയ സെക്രട്ടറി പറയേണ്ടുന്ന മറുപടിയാണ്. 64 ലക്ഷം രൂപ പോരാ, 70 ലക്ഷം തന്നെ വേണം. ശ്രീ കുഞ്ഞികൃഷ്ണൻ അതല്ല ചോദിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ ചോദിക്കുന്നത് അതല്ല. 70 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ടോ, അല്ലെങ്കിൽ കണക്കില്ലാതെ പോയിട്ടുണ്ടോ, അതോ 70 ലക്ഷം വരേണ്ട ഇടത്ത് 64 ലക്ഷമേ വന്നുള്ളൂ, 6 ലക്ഷം രൂപ വന്നില്ല എന്നാണോ അങ്ങയുടെ പരാതി എന്നാണ്? അല്ല, 70 ലക്ഷം രൂപ കണക്കിൽ വന്നില്ല എന്നതാണ് എൻ്റെ പരാതി. ശരി, ഓക്കെ. ഞാൻ അങ്ങനെ തന്നെയാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങയെ അധികരിച്ച് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെല്ലാം അങ്ങനെയാണ് കൊടുത്തത്. ശ്രീ ജയചന്ദ്രന് വ്യക്തത വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷേ അങ്ങയിലേക്ക് വരാം, കാരണം മറ്റ് രണ്ട് പാനലിസ്റ്റുകളിലേക്കും ഞാൻ പോയിട്ടില്ല. അങ്ങ് ഉന്നയിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി വന്നതുകൊണ്ട് ഞാൻ മറ്റ് രണ്ട് പാനലിസ്റ്റുകളിലേക്ക് പോവുകയാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, എന്താണ് ഈ പയ്യന്നൂർ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? ഈ രക്തസാക്ഷികൾക്ക് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ അണികളുടെയും പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ പരാതി മുന്നോട്ട് പറഞ്ഞ പൊതുമാധ്യമങ്ങളിൽ വന്നു പറഞ്ഞു. ഏതാണ്ട് 10 വർഷത്തിന് ശേഷം പാർട്ടിയിൽ പൊരുതി തോറ്റിട്ട് പൊതുമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞു എന്നൊരു കാര്യം കൊണ്ട് ഏറെക്കുറെ അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്കാണ്. അതെ മാധു, ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജയചന്ദ്രൻ സഖാവ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ക്ലാരിറ്റി വരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ആളുകളെ കുഴപ്പത്തിലാക്കാനുള്ള എന്തെങ്കിലും ന്യായങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ജയേന്ദ്രൻ സഖാവ്. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയത്, ഒരു മാധ്യമപ്രവർത്തകനാണെന്നാണ്. പക്ഷേ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി അദ്ദേഹത്തിന് ഒരു പാർട്ടി വക്കീലാവാനുള്ള യോഗ്യതയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിലുള്ള വിവരങ്ങളെ അദ്ദേഹം പറഞ്ഞ് തപ്പിക്കുക എന്ന് പറയുന്ന ഒരു നാട്ടുമ്പുറത്തൊരു ശൈലിയുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് അദ്ദേഹം നോക്കുന്നത്. സിദ്ദിഖിൻ്റെ കത്തിനൊക്കെ അദ്ദേഹം മറുപടി പറയട്ടെ, അത് വേറെ പ്രശ്നം. പക്ഷേ അങ്ങ് മറുപടി പറയേണ്ടത് കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉന്നയിക്കുന്ന പ്രശ്നത്തിനാണ്. അദ്ദേഹം വളരെ കൃത്യമായും പറയുന്നു, 70 ലക്ഷം ഉറുപ്പിക സഹകരണ ജീവനക്കാരോട് ഒരു മാസത്തെ ശമ്പളം വെച്ച് പിരിച്ചു. ആ പിരിച്ച പൈസയിൽ 64 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നു. 6 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് പോലും വന്നില്ല. 64 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നെങ്കിലും വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചപ്പോൾ ആ 64 ലക്ഷം രൂപയിൽ ഒരു നയാ പൈസയും വരവ് ചെലവ് കണക്കിൽ വന്നിരുന്നില്ല. ആ പറഞ്ഞതിൻ്റെ മലയാളം, സഹകരണ ജീവനക്കാരിൽ നിന്ന് മൊത്തമായി പിരിച്ചെടുത്ത 70 ലക്ഷം രൂപ, 64 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നതും 6 ലക്ഷം രൂപ ഒരു അക്കൗണ്ടിലും വരാത്തതുമായ തുക, അതായത് ഈ 70 ലക്ഷം രൂപ
ആ 70 ലക്ഷം രൂപ ഒരു വരവ് ചെലവ് കണക്കിൽ വരവായി ഉൾപ്പെടുത്തിയിട്ടില്ല. കണക്കിൻ്റെ സാമാന്യ ശാസ്ത്രം അറിയുന്ന ഒരാൾക്കറിയാം, 70 ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ട് അത് വരവിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ അത് നേരെ ആരുടെയൊക്കെയോ വായിലായി പോവുകയെന്നാണ് പറഞ്ഞതിൻ്റെ മലയാളം. അത് കണക്കിൽ വരുന്നില്ല, ആരുടെയൊക്കെയോ കീച്ചയിലോട്ട് ആ പണം പോയി. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം ജയചന്ദ്രൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ നിരവധി വർഷമായി 2021 മുതലുള്ള ചർച്ചയായി കേരള സമൂഹത്തിന് മുമ്പിലുണ്ട്. ജയേന്ദ്രൻ ഒരു പക്ഷേ അതൊന്നും കേൾക്കില്ല, അദ്ദേഹത്തിന് വൺ സൈഡ് ആയിട്ടുള്ള കേൾവിയാണുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റില്ല. പക്ഷേ പയ്യന്നൂരിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട്. കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഈ പ്രശ്നങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിച്ചത് താങ്കളെ പോലുള്ള മാധ്യമപ്രവർത്തകന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ അത് സംബന്ധിച്ച് ഒരു വിവരവും വന്നിട്ടില്ല. അപ്പൊ ഇത് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് എന്തോ കുറഞ്ഞു എന്നൊക്കെ രക്തസാക്ഷി ഫണ്ടൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. രക്തസാക്ഷിയായിട്ടുള്ള ഒരു ധനരാജിന്റെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുത്ത അതിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ ചെലവായി പറഞ്ഞിരിക്കുന്നത് 34.5 ലക്ഷം രൂപയാണ്. ആ 34.5 ലക്ഷം രൂപ ധനരാജിന് വീടുണ്ടാക്കി കൊടുക്കുന്നതിന് ചെലവായതായി കണക്ക് വരുമ്പോൾ കോൺട്രാക്ടർക്ക് ലഭിക്കുന്നത് 29.5 ലക്ഷം രൂപയാണ്. ആ പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം ഉറുപ്പിക വന്നില്ല. അതെങ്ങോട്ട് പോയി എന്ന് പരിശോധിച്ചപ്പോൾ അത് സെക്രട്ടറി തന്നെ, പാർട്ടി സെക്രട്ടറി തന്നെ അത് ആ ചെക്ക് മാറി അദ്ദേഹത്തിന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതാണ്. ഇത് കുഞ്ഞികൃഷ്ണൻ വളരെ കൃത്യമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേറൊരു 2 ലക്ഷം രൂപ ആഫീസ് സെക്രട്ടറി കണക്കും ഒരു ചെലവും എഴുതാതെ മാറ്റിയിട്ടുണ്ട്. ആ കാശും ഇതുപോലെ തന്നെ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയതായി കണ്ടെത്തി. ഇതാണ് പ്രശ്നം. അതായത് 7 ലക്ഷം രൂപ രക്തസാക്ഷിക്ക് വീടുണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രശ്നം. പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ കണക്ക് ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവാണ്. CPM പോലെ ഒരു പാർട്ടിയിലാണ് സംഭവിക്കുന്നത്. ഇത്രയും കൃത്യമായും വ്യക്തമായും കണക്ക് മുമ്പിൽ വെച്ചിട്ട് അതിനെ കോടതിയിലെ തർക്കം ഉന്നയിച്ചിട്ട് തപ്പിച്ചു കളഞ്ഞിട്ട് പാർട്ടിയെ രക്ഷിക്കാൻ ജയചന്ദ്രനല്ല അങ്ങനത്തെ ആരൊക്കെ വിചാരിച്ചാലും നടക്കില്ല എന്നുള്ള വസ്തുത ഈ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ അഭ്യാസത്തിന് നിൽക്കുന്നത്? ഇനി ഞാൻ വേറൊരു കാര്യം ജയേന്ദ്ര സഖാവിനോട് ചോദിക്കട്ടെ. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണല്ലോ, CPM വേണ്ടിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഇത് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതിന്റെ പ്രശ്നമാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സുതാര്യമായി വെക്കുന്നതിന് CPM എന്താണ് തടസ്സം? ഞാൻ പറയുന്നു, മൂന്നാമതൊരു മീഡിയേറ്ററെ വിളിക്കുക. മീഡിയേറ്ററെ വിളിച്ചിട്ട് ഈ കണക്ക് മുഴുവൻ അവർക്ക് കൊടുക്കുക. ഇത് പാർട്ടിയുടെ രഹസ്യമായ മറ്റെന്തെങ്കിലും വിവരങ്ങളോ നയനിലപാടുകളോ മറ്റെന്തെങ്കിലും തീരുമാനം എടുത്തൊന്നുമല്ല. ഇത് വെറും കണക്കാണ്, അരിത്തമാറ്റിക്സ് ആണ്. ഒരു ഓഡിറ്റർക്ക് കൃത്യമായി പരിശോധിച്ചാൽ പറയാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പാർട്ടി സെക്രട്ടറി ആണല്ലോ. പാർട്ടി സെക്രട്ടറി അത് പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോ ഒറ്റുകാരൻ എന്ന് വിളിക്കുന്ന ഒരാളും പാർട്ടിയുടെ പുറത്തുപോയ ആളുകളും കോടാലി കൈകളായ മാധ്യമങ്ങളും കൊണ്ട് മാത്രം പറയുന്നത് ചർച്ചകൾക്കുമില്ലല്ലോ CPM. ഓക്കെ, മാധു ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ പാർട്ടി സെക്രട്ടറിയെ ഒരു വെല്ലുവിളി പോലെ വെക്കുന്നു. അദ്ദേഹം ഈ കണക്കുകൾ മുഴുവൻ പൊതുജന സമക്ഷം സമർപ്പിക്കട്ടെ. കൃത്യമായി കണക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റർ ഈ കണക്ക് മുഴുവൻ പരിശോധിക്കട്ടെ. എന്നിട്ട് ഓഡിറ്റർ പറയട്ടെ ഇതിനകത്തൊരു പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയുന്നതിന് CPM ഒരു തടസ്സമില്ലല്ലോ. CPM ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തിനാണ് ഈ ഉരുണ്ടുകളിയൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത്? അതുമാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 3 കണക്കുകളെ സംബന്ധിച്ച് കുഞ്ഞികൃഷ്ണൻ പ്രശ്നം ഉന്നയിച്ചപ്പോൾ മറ്റു പ്രശ്നം EP ജയരാജനുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർട്ടി തെളിവ് ചോദിക്കുകയാണ്. തെളിവ് നൽകാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇന്ന് ആർക്കും അറിയാം. അതപ്പോൾ തെളിവ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണനെ താക്കി ചെയ്തിട്ട് അദ്ദേഹം തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു എന്തെല്ലാം അസംബന്ധങ്ങളാണ്. ഒരു തങ്ങൾ ചെയ്തിട്ടുള്ള വലിയൊരു അപരാധം അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തിന് മുമ്പിൽ മറച്ചു വെക്കുന്നതിന് വേണ്ടി എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ വക്കാലത്തെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വന്ന് വാദിക്കാൻ തികഞ്ഞ തൊലിക്കട്ടി വേണ്ടേ ജയേന്ദ്രനെ പോലുള്ള ആളുകൾക്ക്? എന്തൊരു അസംബന്ധമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പൊതുസമൂഹത്തെ ആകെ വെല്ലുവിളിക്കുന്നതിനും അപമാനിക്കുന്നതിനും ഭാഗമല്ലേ? അല്ലാതെ ഇങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടുണ്ടോ? ഒരു സാമാന്യമായ ഒരു സത്യസന്ധത നമ്മൾ പുലർത്തണ്ടേ? ഈ കാര്യം ചെയ്യുന്നതിനുണ്ടോ ജയേന്ദ്രന് ഈ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും? ശരി, ആ വിമർശനത്തിന് അദ്ദേഹം മറുപടി പറയും. ഞാൻ ശ്രീ അനൂപിലേക്ക് പോയതേ ഇല്ല ആദ്യഘട്ടത്തിൽ. ശ്രീ അനൂപ്, ഞാൻ അങ്ങേലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ VR അനൂപ്,
CPM-നുള്ളിൽ CPM-വുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക, അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികം. പക്ഷേ വധശ്രമം ഉണ്ടാകും, ആ ഇന്നോവ ഇപ്പോഴും പയ്യന്നൂരിലുണ്ടോ എന്നതടക്കമുള്ള കടുത്ത പ്രയോഗങ്ങൾ നടത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ലാഭം എന്താണ്? മാധു, അതിലേക്ക് വരാം. അതിനു മുൻപ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇത്തരം കാര്യങ്ങളിലെടുക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് CPM-ന്റെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന VB ചെറിയാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ അതിഗുരുതരമായൊരു ആരോപണം ഉണ്ടാകുന്നു. ആ ആരോപണം എന്ന് പറയുന്നത് അവിഹിത ഗർഭമാണ്. ഈ ആരോപണത്തിൻ്റെ ഗുരുതര സ്വഭാവം പരിഗണിച്ച് പാർട്ടി ഒരു കമ്മീഷനെ വെക്കുന്നു. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആ വിഷയം പരിഗണിച്ച് എത്തുന്ന നിഗമനം എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെതിരെയാണ് ആരോപണം. അതുകൊണ്ട് ആരോപണം പാർട്ടിക്കെതിരാണ്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അവിഹിത ഗർഭം എന്ന് പറയുന്നത് പാർട്ടി വിരുദ്ധമാണ് എന്നുള്ളതിലേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആരോപണം കൺമുന്നിൽ തെളിവുകളോട് സൂചിപ്പിക്കപ്പെട്ടിട്ടും ആ കട്ട ആളെ പുറത്താക്കുന്നതിന് പകരം കളവ് കൈയോടെ പിടിച്ച് പാർട്ടിക്കകത്തും പിന്നീട് പൊതുമധ്യത്തിൽ പറയാൻ നിർബന്ധിതനായ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. കണ്ണൂരിലെ CPM-നകത്ത് ഇത് ആദ്യത്തെ തവണയല്ലല്ലോ ഇത്തരം സംഭവങ്ങൾ. കണ്ണൂരിലെ പാർട്ടി തന്നെ ഒരു ക്രൈം സിൻഡിക്കേറ്റായിട്ട് മാറിയിട്ട് കാലങ്ങളായിന്നേ. ഇതേ പാർട്ടി തന്നെയാണ് CKP പത്മനാഭൻ എന്ന് പറയുന്ന കർഷക സംഘത്തിൻ്റെ നേതാവിനെതിരെ ഈ സാമ്പത്തിക അപഹരണവുമായി ബന്ധപ്പെട്ട് ഒരു അച്ചടക്ക നടപടി എടുത്തത്. അതിനകത്ത് CKP പത്മനാഭനെതിരെ അന്ന് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടായിരുന്ന സാഹചര്യം എന്താ? P ശശിക്കെതിരെ ഗുരുതരമായൊരു ലൈംഗിക ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരില്ല. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കുറേ കാലമായി ഈ പാർട്ടിക്കകത്ത് നിലനിന്നിരുന്ന ജീർണത പുറത്തേക്ക് വന്നിരിക്കുക. ഇവിടെ കോൺഗ്രസ് പോലൊരു പാർട്ടി ഈ വിഷയത്തിനകത്ത് ഇടപെട്ട് അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ അടിച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നതിന് ന്യായം എന്താ? ഇപ്പോൾ കോൺഗ്രസിനോട് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിനകത്ത് സാങ്കേതികമായ ചില കാര്യങ്ങൾ കൊണ്ട് കെട്ടിട നിർമ്മാണം അടക്കം വൈകുമ്പോൾ CPM അതിനെ വലിയൊരു വിഷയമായി പ്രശ്നവൽക്കരിക്കുന്നുണ്ടല്ലോ. അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. അതേസമയം ഇവിടെ വളരെ കൈയോടുകൂടി കളവ് മുതൽ പങ്കുവെക്കുന്നത് പിടിക്കപ്പെട്ടിട്ടും ഒരു MLA-യോട് ഒരു ജനപ്രതിനിധിയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് CPM സ്വയം വിശദീകരിക്കണമെന്നേ. ഇത് കേവലം പണാപഹരണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ലല്ലോ. നേരത്തെ സഖാവ് കുഞ്ഞികൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ജാവേദക്കറുമായി കാണുന്നു. പാർട്ടിക്കകത്ത് സംഘപരിവാർ സ്വാധീനം, പാർട്ടിക്കകത്ത് നിരന്തരമായി തുടരുന്ന ഇത്തരം കച്ചവടവൽക്കരണം, ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ പുറത്ത് കാഴ്ചക്കാരായി നോക്കി നിൽക്കണം, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഇതിനോട് ചോദ്യങ്ങൾ ചെയ്യിക്കാൻ പാടില്ല, ഞങ്ങൾ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ പാടില്ല എന്ന് CPM പറഞ്ഞാൽ അതിന് സൗകര്യമില്ല എന്നുള്ളത്. പാർട്ടി ഏറെക്കുറെ തീരുമാനമെടുത്തിരിക്കുന്നു, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി നാളെ അതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് സാങ്കേതികമായി അങ്ങ് പാർട്ടിയുടെ പുറത്താണ് എന്നൊരു സാഹചര്യം വരികയാണ് ഈ തുറന്നു പറച്ചിലിന്റെ പേരിൽ. ശരി, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എന്ത് നടപടി എടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകും. പാർട്ടിയുടെ പുറത്തുനിന്ന് ഈ തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ തന്നെ ഇതാണ് നടപടി, പുറത്തുനിന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് വരുന്ന വിമർശനം എന്നല്ലേ ഉണ്ടാവൂ? അല്ല, അത് നമുക്ക് കാണാം. അടിയന്തരമായ നടപടിയാണല്ലോ ശ്രീ കുഞ്ഞികൃഷ്ണൻ. അതായത് അങ്ങ് 10 വർഷം ഒരു കാര്യം ഉന്നയിച്ചു, ഒരു നടപടിയും ഉണ്ടായില്ല. പക്ഷെ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് നടപടി ഉണ്ടായിരിക്കുന്നു. 10 വർഷമില്ല, 5 വർഷമേ ഉള്ളൂ. 2021-ലാണ്. അപ്പൊ 5 വർഷമേ ഉള്ളൂ. വർഷം ഇരട്ടിയായി കൂട്ടി പറയണ്ട. അപ്പോ ഈ 5 വർഷമായിട്ടും 2016-ലാണല്ലോ ധനരാജിന് മരണം ഉണ്ടാകുന്നത്. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടായതാണ്. അങ്ങ് ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അല്ല പെട്ടെന്ന് ചോദ്യത്തിലേക്ക് വന്നത്, അതുകൊണ്ടാണ്. അതെ, പക്ഷേ അതിന്റെ 2016-ൽ തന്നെ അതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നത് 2021-ലാണ്. അതെ. അപ്പൊ അതിനുശേഷം ഈ പ്രശ്നം ഉയർന്നു വരുന്നത്. അതെ. പക്ഷെ എന്നിരുന്നാലും 5 കൊല്ലം എന്ന് പറയുന്ന ഒരു കാലപരിധി ഉണ്ടല്ലോ. ഇതിപ്പോ അങ്ങ് പുറത്തു വന്ന് പറഞ്ഞപ്പോൾ 5 കൊല്ലം പോയിട്ട് 5 ദിവസം എടുത്തില്ലല്ലോ. ഉണ്ട്. ഇല്ല. ഇന്നലെ ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം വന്നപ്പോൾ തന്നെ ഈ നടപടി ഉടൻ ഉണ്ടാകുമെന്നൊരു ബോധ്യം അങ്ങേക്കുണ്ടായിരുന്നു.
ശരി ശരി ശ്രീ കുഞ്ഞികൃഷ്ണൻ, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം അങ്ങ് പറയൂ. അല്ല, ജില്ലാ കമ്മിറ്റിയിലെ പ്രതികരണം വരുന്നതിന് മുമ്പല്ല, ഞാൻ പുസ്തകം എഴുതാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഇത് പുറത്തു വന്നാൽ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പുസ്തകം പുറത്തു വരണത്രേ. പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്, പ്രതിപാദിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ പുറത്ത് പറയുന്നത് എന്നതുകൊണ്ട് ഇത് നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അറിയാവുന്ന ആരുടെയും തുണയുണ്ടായില്ല? അല്ല, അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ആരുടെ എല്ലാം പിന്തുണയുണ്ട് എന്നത് പ്രസക്തമായ കാര്യമല്ല. എന്താണ് പാർട്ടി തീരുമാനം എന്നതാണ് പ്രസക്തം. ശരി, വളരെയധികം നന്ദി ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചതിന്. അദ്ദേഹം പാർട്ടിയുടെ പുറത്തേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. നാളെ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളതും. ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, അദ്ദേഹം അർത്ഥശങ്കകൾക്കിടയില്ലാത്ത തരത്തിൽ അങ്ങ് ഉന്നയിച്ച വിമർശനത്തിന്, അങ്ങ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒക്കെ മറുപടി പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചൊരു തുറന്ന ചർച്ചയ്ക്ക് CPM തയ്യാറുണ്ടോ എന്നുള്ളതാണ് ശ്രീ എൻ വി ബാലകൃഷ്ണൻ അടക്കം ചോദിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ? ഇത്ര രൂപയാണ് കിട്ടിയത്, ഇന്ന അക്കൗണ്ടിലേക്കാണ് വന്നത്, ഇത്ര രൂപയാണ് ചെലവഴിച്ചത് എന്ന്. ഇതിപ്പോ സർക്കാർ പൈസയല്ലല്ലോ, ഞങ്ങൾക്ക് ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് പുറത്തേക്ക് വരേണ്ടതില്ല എന്ന് വേണമെങ്കിൽ പ്രതിരോധിക്കുകയും ആകാം. അല്ല, ശ്രീ ബാലകൃഷ്ണന് എൻ്റെ ക്രെഡൻഷ്യൽ അന്വേഷിച്ച് അലയേണ്ട ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന, എനിക്കും അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഞാൻ എന്നുള്ളത്. ഒന്ന്, മറ്റൊരു കാര്യം, ഈ 2011 മുതൽ, ഇത് 2026 കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലെ ന്യൂസ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഏതാണ്ട് കൃത്യമായി തന്നെ, പതിവായി തന്നെ എന്ന് പറയാം. ഞാൻ ഇന്ന് വരെ ഞാൻ CPMൻ്റെ വക്താവാണെന്ന് പറഞ്ഞിട്ടില്ല. CPM എന്നെ അവരുടെ പ്രതിനിധിയായിട്ട് ചാനൽ ചർച്ചകൾ നിയോഗിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒരു ചാനലിലും എൻ്റെ ബയോഡാറ്റ കൊടുത്ത് എന്നെ ചർച്ചയ്ക്ക് വിളിക്കാനായിട്ട് ഞാൻ അപേക്ഷിച്ചിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടോ അവർ വിളിക്കും, മാധു വിളിക്കുന്നതാണെന്ന് മാധുവിനെ അറിയൂ, വിളിക്കുന്നു, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയും, എൻ്റെ ബോധ്യത്തിൽ നിന്നേ ഞാൻ പറയൂ. കൃത്യതയില്ലാത്ത ഒരു ചാനൽ ചർച്ചയിൽ ഇന്നോളം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞതും ഇപ്പോൾ എന്താണ് കുഞ്ഞികൃഷ്ണൻ പിന്നെ വ്യക്തതയോടെ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു എന്നാണല്ലോ മാധു പറയുന്നത്. ഓക്കെ, എനിക്ക് അതിനകത്ത് താങ്കളുടെ ഇതിനോട് ആർഗ്യുമെൻ്റ് നടത്താൻ ഇനി സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ അൾട്ടിമേറ്റ് ആകത്തുകയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതാണ്, ഈ വരവിൽ പിന്നെ 70 ലക്ഷം രൂപയുടെ വരവ് സഹകരണ ജീവനക്കാരുടെ, അതിൻ്റെ വരവിൽ പണം വന്നിട്ടുണ്ട്. പക്ഷേ 64 ലക്ഷം രൂപ വന്നിട്ടുള്ളൂ. 6 ലക്ഷം രൂപ 2 സ്ഥാപനങ്ങളിൽ കാണാനുണ്ട്. എന്നാൽ വരവ് ചെലവ് കണക്കിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അക്കൗണ്ടിലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് താങ്കൾ തിരുത്തിക്കോളൂ. അക്കൗണ്ടിൽ ആ പണം വന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ പണം വന്നിട്ടില്ല എന്ന ആക്ഷേപം അദ്ദേഹത്തിന് ഇല്ല, ഈ ചർച്ചയിലുമില്ല. പിന്നെ ബാക്കി 6 ലക്ഷം രൂപയുടെ പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതങ്ങനെ പോകട്ടെ. അതല്ലാതെ ഞാൻ എന്താണ് ഇതിൻ്റെ അകത്ത് CPMൻ്റെ വക്കീലായിട്ടാണോ ഇവിടെ വാദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബോധ്യത്തിലാണ് ഞാൻ വർത്തമാനം പറയുന്നത്. ആ ബോധ്യം എന്ന് പറയുന്നത് വെറുതെ ആരോടെങ്കിലും പിന്നെ ഈ ഒന്ന് വെറുതെ വർത്തമാനം പറഞ്ഞ് കിട്ടുന്ന വിവരങ്ങൾ വന്ന് ചാനൽ ചർച്ച ചെയ്യുന്ന പറയുന്ന സ്വഭാവം ശീലം എനിക്കില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടേ പറയൂ, അല്ലാത്ത കാര്യങ്ങൾ നിശബ്ദത പാലിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇവിടെയും അതേ ചെയ്തിട്ടുള്ളൂ എന്ന് ബാലകൃഷ്ണനോടും ഈ ചർച്ച കാണുന്നവരോടും ബാക്കി പാനലിസ്റ്റുകളും പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ എം ജയചന്ദ്രൻ, അങ്ങ് പറഞ്ഞതിന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ മറുപടി ഇതാണ്. 2 സഹകരണ സ്ഥാപനങ്ങളിലെ അവിടുത്തെ ജീവനക്കാർ പാർട്ടിക്ക് 1 മാസത്തെ ശമ്പളം കൊടുക്കുകയുണ്ടായി സംഭാവനയായി. അത് 70 ലക്ഷം രൂപ വരും. അത് വരവിലില്ല എന്നാണ്. പാർട്ടി മറ്റിടങ്ങളിൽ നിന്നുകൂടി പിരിവ് നടത്തിയിട്ടുണ്ട്. അതാണ് ഈ 64 ലക്ഷം. 70 - 64 അല്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹമായിരുന്നല്ലോ അതിന്റെ ഓഡിറ്റർ. വരവില്ല, വരവ് ചെലവ് കണക്കിലില്ല എന്നാണെന്നേ. അത് അക്കൗണ്ടിലില്ല ചോദിക്കുന്ന കാര്യം അതല്ലേ. വരവ് ചെലവ് കണക്കിലില്ല, ശരി. അക്കൗണ്ടിലില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ടോ? എന്നുള്ളതല്ലേ പരാതി. അല്ല, അതാണല്ലോ ചർച്ച ചെയ്തത്. അത് അങ്ങനെ തന്നെ പറയാതെ അത് വ്യക്തമായിട്ട് അക്കൗണ്ടിൽ ആ പൈസയുണ്ട്, വരവ് ചെലവ് കണക്കിൽ അതില്ല. 2 വശങ്ങൾ മാത്രം ചർച്ച ചെയ്യൂ. കയ്യിൽ പൈസ കിട്ടി, അക്കൗണ്ടിൽ പൈസ വന്നു, പക്ഷെ അതിന്റെ കയറ്റണമെങ്കിൽ ഇതല്ലേ ഉള്ളൂ മാർഗം.
നോക്കൂ, ഈ കണക്ക് അവതരിപ്പിക്കാനുള്ള ബാധ്യത ആർക്കായിരുന്നു? ഭാഷയിൽ മറുപടി പറയുന്നില്ല. നോക്കൂ, നമുക്ക് പണം വന്നിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്. പക്ഷെ ആ വരവ് ചെലവ് ആ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഈ വരവില്ല എന്നുള്ളിടത്തല്ലേ ആ പ്രശ്നം വരുന്നത്. അപ്പോഴല്ലേ അട്ടിമറി എന്ന് പറയുക. അക്കൗണ്ടിലുണ്ടോ ഞാൻ ചോദിക്കുന്നത്? ആ പണം അക്കൗണ്ടിൽ പറയാൻ കഴിയുമോ? അക്കൗണ്ടിൽ പണം പറഞ്ഞോ എന്റെ കണക്ക് വേണ്ടാന്ന്? അക്കൗണ്ടിലുണ്ട്, അതിന് കണക്കില്ല എന്നുള്ളതല്ലേ അദ്ദേഹത്തിന്റെ ആരോപണം. പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞല്ലോ അതൊക്കെ. അല്ല, പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞല്ലോ. പാർട്ടി സെക്രട്ടറി ഒരു പൈസയും പോയിട്ടില്ല എന്ന് മനസ്സിലായില്ല. അതെന്തെന്നാണെന്നേ? അല്ല, പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞ എന്താണെന്നുള്ളത് കിടപ്പുണ്ടല്ലോ, ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. ആർക്കും അത് നോക്കാമല്ലോ. CPM.org നോക്കിയാൽ പിന്നെ അതിപ്പോഴും കാണാം, ആർക്കും കാണാം എന്താണ് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞതെന്നുള്ളത്. അത് നോക്കിയിട്ട് ജയേന്ദ്ര സഖാവെ മനസ്സിലാവാത്തോണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് സെക്രട്ടറി പറഞ്ഞത്? അല്ല, എനിക്കത് മനസ്സിലാവാഴിയൊന്നും ഇല്ലെന്നേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാനും വർത്തമാനം പറയാനും പറ്റൂ. എൻ്റെ നില അതല്ല, അതേ ഉള്ളു കാര്യം. എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് അല്ല, എനിക്ക് താല്പര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഞാനൊരു താല്പര്യത്തിന് വേണ്ടി ആരുടെ പിന്നാലെ പോയിട്ടില്ലെന്നുള്ള താങ്കൾക്ക് അന്വേഷിച്ച് അറിയുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു കാര്യങ്ങൾക്ക് ഞാൻ ഒരാളുടെ പറയും ഇന്നേ വരെ പോയിട്ടില്ല, നാളെ പോകാനും ഉദ്ദേശിക്കുന്നില്ല. ശരി ശരി ശരി. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു, അതും ഇത്രമേൽ വേഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നാളത്തെ പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിയുമ്പോൾ ഒറ്റുകാരനെ പാർട്ടി ശിക്ഷിച്ചു എന്നുള്ളതായിരിക്കുമല്ലോ വാദം. അതെ, അങ്ങനെയായിരിക്കും വാദം. പക്ഷെ അതിനിടയ്ക്ക് ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ ആടിനെ പട്ടിയാക്കുന്ന വാദം തുടർച്ചയായി ഉന്നയിച്ചിട്ട് എനിക്ക് താല്പര്യങ്ങളില്ല എന്ന് ജയേന്ദ്ര സഖാവ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നാൽ അതെങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ CPM-ൻ്റെ പാർട്ടി കമ്മിറ്റിക്കകത്ത് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള, അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള, അതുപോലെ CPM-ൻ്റെ രീതികൾ, സംഘടനാ രീതികൾ മുഴുവൻ അറിയുന്ന ഒരാളാണ്. ജയേന്ദ്ര സഖാവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ജയേന്ദ്ര സഖാവിൻ്റെ ക്രെഡൻഷ്യൽസ് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അത് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു കേസില്ലാ വക്കീലായിട്ടാണെങ്കിലും CPM-നെ സ്ഥാനത്തും അസ്ഥാനത്തും വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് മാത്രമല്ല ഈ ചർച്ച കേൾക്കുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് താങ്കൾ വീണ്ടും വീണ്ടും ഈ കാര്യം പറഞ്ഞുകൊടുക്കുന്നത്. താങ്കൾ വീണ്ടും ഒന്നുകൂടി കേൾക്കൂ. 70 ലക്ഷം ഉറുപ്പിക പിരിച്ചെടുത്തു. ആ 70 ലക്ഷം ഉറുപ്പിക പിരിച്ചെടുത്താൽ 64 സംതിങ് അക്കൗണ്ടിൽ വന്നുള്ളൂ. ബാക്കി പൈസ അക്കൗണ്ടിൽ പോലും വന്നിട്ടില്ല. അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അല്ല, ബാങ്ക് അക്കൗണ്ടാണ് പറയുന്നത്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പണം വന്നു. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടിയുടെ അക്കൗണ്ടിൽ വരണം. ഇവിടെ വരവ് ചെലവണക്ക് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഒരു നയ പൈസ, ഈ 70 ലക്ഷത്തിൽ ഒരു നയ പൈസയും വന്നില്ല. ആ പറഞ്ഞതിന്റെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ ഈ 70 ലക്ഷം വേറെ ഏതോ വഴിക്ക് പോയി എന്നല്ലേ? ഈ വസ്തുത മനസ്സിലാക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് ഇത്രയും വ്യക്തമായി വിശദീകരിച്ചിട്ട്, അതുപോലെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞിട്ട് ജയേന്ദ്രൻ സഖാവിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ജയേന്ദ്രന്റെ വൺ സൈഡ് മനസ്സിലാക്കലിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊരു വസ്തുതയാണ്. ഞാനൊന്ന് അങ്ങയുടെ മുമ്പിൽ വീണ്ടും ഒരു പ്രശ്നം വെച്ചല്ലോ. ഇത് അറിത്തമാറ്റിക്സ് അല്ലേ, കണക്കല്ലേ, സംഖ്യകളല്ലേ? നമ്മൾ ആളുകളിൽ നിന്ന് കാശ് പിരിച്ചതും ചെലവാക്കിയതിന്റെ കണക്കുകളല്ലേ? ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്താണെന്നല്ലേ നമ്മൾ അവകാശപ്പെടുന്നത്? സ്വാഭാവികമായും നമുക്കത് ജനങ്ങളുടെ മുമ്പ് തുറന്നു വെക്കുന്നതിന് എന്താ പ്രശ്നം? ഒരു പിന്നെ ഓഡിറ്റർക്ക് കൊടുത്തിട്ട് ഈ കണക്കുകൾ പരിശോധിച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അത് പരസ്യമായി രേഖയായി ആളുകളും ഇങ്ങനെയാണ് ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് പോലല്ല ഇത്ര പൈസയാവാന്ന് ഇങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ CPM ചെയ്യാറില്ലല്ലോ. എന്നിട്ട് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു എന്നാണ് പറയുന്നത്. പാർട്ടി സെക്രട്ടറി എന്താ വിശദീകരിച്ചത്? പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചത് പാർട്ടിയുടെ ഒരു 10 കാശ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ നോക്കൂ, ശബരിമലയിൽ പോയി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബു ഒക്കെ എന്താ പറഞ്ഞത്? ഒരു 10 പൈസയും ശബരിമല ഒരു ഒത്തിരി സ്വർണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലേ ഇപ്പൊ എന്താ കണ്ടുപിടിച്ചത്? നഷ്ടപ്പെട്ടു എന്നല്ലേ? അതുപോലെ വളരെ കൃത്യം ഏതെങ്കിലും ഒരു കുറ്റവാളി ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കൂ. അപ്പൊ അയാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വേറെ പരിശോധന വേണ്ട എന്ന് പിന്നെ ജയേന്ദ്രൻ പറഞ്ഞാൽ അതങ്ങ് വിഴുങ്ങി വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ ഈ സഖാവിന്റെ ക്രെഡൻഷ്യൽസ് ഒന്നും അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ ക്രെഡൻഷ്യൽസ് വേണമെങ്കിൽ ജയേന്ദ്രനും അന്വേഷിക്കാം. ജയേന്ദ്രനും അന്വേഷിച്ചാൽ ഞാൻ ആരാണ്, എങ്ങനെയാണ് പ്രവർത്തനം നടത്തിയാക്കാം. ഞാൻ CPM-ന്റെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അന്വേഷിക്കാം.
ഇനി ജയേന്ദ്ര സഖാവിന് വേണ്ട ഒരു കാര്യം കൂടി ചെയ്യാം. നേരത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ അല്ലെ ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉണ്ടല്ലോ, ആ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ കുറിച്ച് ഒന്ന് ഈ പയ്യന്നൂർ ഭാഗത്ത് പോയി അന്വേഷിക്കുക. അവിടുത്തെ നാട്ടുകാർക്കിടയിൽ കുഞ്ഞികൃഷ്ണൻ സഖാവ് ആരാണ് എന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ സഖാവ് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ വരുമാനത്തെക്കുറിച്ച്, അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച്, അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. അന്വേഷിച്ചാൽ ജയേന്ദ്ര സഖാവിന് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ലെന്ന്, ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ജയേന്ദ്രനെ പോലുള്ള ഒരു സഖാവ് ഈ പാർട്ടിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇതിനകത്തെ ഈ പണം അടിച്ചു മാറ്റുന്ന, രക്തസാക്ഷിയുടെ പണം ഉൾപ്പെടെ അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ അല്ല ന്യായീകരിക്കേണ്ടത്. ഈ പ്രസ്ഥാനത്തിന് മഹത്തായ ഒരു ചരിത്രമുണ്ട്. ഇത് തൊഴിലാളി വർഗത്തിന്റെയും കൃഷിക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പാർട്ടിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മനുഷ്യന് നിവർന്നു നിൽക്കാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുത്തത് ഈ പ്രസ്ഥാനമാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ എത്ര കോടി രൂപയുടെ വരുമാനമാണെന്ന് അന്വേഷിച്ചോളൂ. എങ്ങനെയാ ഒന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ ജയേന്ദ്ര സഖാവ്? കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുൻപാകെ വെളിപ്പെടുത്തിയ വരുമാനം എത്ര കോടി രൂപയുടെയാണെന്ന് അന്വേഷിച്ചോളൂ എന്ന്. കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ വരുമാനമാണോ? കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ വ്യക്തിപരമായ വരുമാനത്തെ കുറിച്ചാണോ അങ്ങനെ പറയുന്നത്? അതിനെക്കുറിച്ച് സഖാവ് ഇത് സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതെ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഇതിനെ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ആ പുസ്തകം പുറത്തു വരും. സുഖമായിട്ട് ജയേന്ദ്ര സഖാവിന് കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ വരാം, ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ വി ആർ അനൂപ്, ഇത് നോക്കിപ്പോ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പാർട്ടി നിലവിൽ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു കുഞ്ഞികൃഷ്ണനെ. അതിനിടയിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കി എന്നുള്ളതാണ്. ഇതിൽ അന്വേഷണം സാധ്യമല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ പറഞ്ഞു പോലീസ് അന്വേഷിക്കണമെന്ന്. ഏതു തരത്തിൽ പോലീസ് അന്വേഷിക്കും? ഇവിടെ കൃത്യമായൊരു ആരോപണം മുന്നിൽ നിൽക്കുകയാണ്. പാർട്ടി സെക്രട്ടറി ഒരു വരിയിലൊരു നിഷേധക്കുറിപ്പ് ഇറക്കി എന്നതിലപ്പുറം എന്ത് ആധികാരികതയാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിലുള്ളത്? അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് ഒരു പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ചർച്ചയ്ക്കിടയിലും ഉയർന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതല്ലേ? ഈ പറയുന്നത് കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ചു. ഈ പറയുന്ന പിരിക്കപ്പെട്ട 70 ലക്ഷം രൂപയിൽ 1 രൂപ പോലും കണക്കിൽ വകവച്ചിട്ടില്ല. അക്കൗണ്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ടിൽ എന്നല്ല ചോദ്യം. ആടിനെ പട്ടിയാക്കുന്നത് പോലെ CPM-ന് വേണ്ടി ഇവിടെ സംസാരിക്കുന്ന ബഹുമാന്യനായ ജയചന്ദ്രൻ സാർ അദ്ദേഹം വളരെ കൃത്യമായി ഒരു അക്കൗണ്ടിൽ വന്നു. ആരുടെയെങ്കിലും അക്കൗണ്ടിൽ വന്നിട്ട് കാര്യമുണ്ടോ? ഈ പറയുന്ന തുക ഈ പറയുന്ന പ്രവർത്തനത്തിലേക്ക് വകയിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ആവർത്തിച്ചും അത് ചോദിച്ചിട്ടും കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുക. ഇവിടെ എന്താണ് കാര്യം? നമ്മൾ ഈ അവയവ മാഫിയയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആശുപത്രികളിൽ രോഗികൾ പ്രവേശിക്കപ്പെടുമ്പോൾ അവരുടെ ആന്തരിക അവയവങ്ങൾ അടിച്ചു മാറ്റുന്നത് പോലെ ഒരു രക്തസാക്ഷിയുടെ ശരീരം തന്നെ CPM കച്ചവടം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയല്ലേ? ഒരു രക്തസാക്ഷിയുടെ രക്തസാക്ഷിത്വം വിൽപ്പന ചരക്കാക്കുകയാണെന്നേ. അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടക്കുക, എന്തെങ്കിലും തുക പേരിന് മാത്രം കൊടുക്കുക. ആ വീടിൻ്റെ കാര്യത്തിൽ പോലും 29 ലക്ഷം കരാറുകാരന് കൊടുത്തത് 35 ലക്ഷമായി കാണിക്കുക. അതിനുശേഷം ഇത്ര ഭീമമായ തുക ഈ പറയുന്ന ബന്ധപ്പെട്ട വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. ഇവിടെ രക്തസാക്ഷിത്വത്തിന് വിപണനമാണെന്നേ. രക്തസാക്ഷി എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കായി മാറിയിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടി പിരിച്ച കാര്യത്തിൽ കോൺഗ്രസ് എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം എന്നൊക്കെ ചോദിച്ചാൽ പ്രതികരണം ശ്രീ വി ആർ അനൂപ് രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട പ്രതികാരം പറയുമ്പോൾ കൈകാര്യം ചെയ്യും എന്ന് പറയുകയാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീർത്ത് കളയണം എന്ന് പറയുകയാണ്. മമ്മണി ഇതിനു മുൻപ് 1, 2, 3 പ്രസംഗമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ നിലയ്ക്കുള്ള ആഹ്വാനമാണ് ഉണ്ടാകുന്നത്. പയ്യന്നൂരിലെ ഇന്നലെ തന്നെ വലിയ സംഘർഷാത്മകമായ സാഹചര്യമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ T സിദ്ദിഖ് അടക്കം അത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇല്ലാത്ത വധഭീഷണി ഉണ്ടെന്ന് പറയേണ്ട കാര്യവുമില്ല കേട്ടോ. അല്ല, ഇപ്പോൾ പോലും നിങ്ങൾ ഈ ചർച്ചയിൽ കുഞ്ഞികൃഷ്ണനോട് ചോദിച്ചു നിങ്ങൾക്ക് നേരെ വധഭീഷണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? അങ്ങനെ വരാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. CPM എന്ന പാർട്ടിയെക്കുറിച്ച് അടുത്തറിയുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അതെന്ത് അതിശയോക്തിയാണോ? ഇവിടെ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടിട്ടില്ലേ? TP ചന്ദ്രശേഖരൻ്റെ അനുഭവം എന്തായിരുന്നു?
ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു പാർട്ടി ശത്രുവല്ലല്ലോ. അദ്ദേഹം BJP-കാരനായിരുന്നില്ലല്ലോ, കോൺഗ്രസ്സുകാരൻ പോലും അല്ലല്ലോ. അദ്ദേഹം പാർട്ടിക്കകത്ത് ഒരു പ്രത്യേക നിലപാട് സ്വീകരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാ. ആ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഘട്ടത്തിൽ പോലും പാർട്ടിക്കെതിരെ നിലപാടെടുത്ത് കോൺഗ്രസിന്റെ കൂടെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ആളാ. ഞാൻ അടിസ്ഥാനപരമായൊരു CPM-കാരനാണ്. CPM-ന്റെ കൂടെ നിന്നാലും കോൺഗ്രസിന്റെ കൂടെ നിൽക്കില്ല എന്ന് RMP രൂപീകരിച്ചതിന് ശേഷം നിലപാടെടുത്ത ആളാ. അദ്ദേഹത്തെ സ്നേഹബുദ്ധി സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നുണ്ട്, സൂക്ഷിക്കണം എന്ന് പറയുന്നതിന് വധഭീഷണി ഉണ്ട് എന്നൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാൻ പറ്റുമോ? അതൊരു ക്രൈമാണ്. അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല പാർട്ടി ഇതുവരെ. ഇല്ല, വധഭീഷണി എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടാകാത്ത ക്രൈം ഉണ്ടായി എന്ന് പറയുന്നത് തെറ്റാണ്. അല്ല, ഈ ക്രൈം എന്ന് പറയുന്നത് ഈ ഒരു വധഭീഷണി ഈ സാഹചര്യത്തെ കുറിച്ച് അറിഞ്ഞു മിണ്ടാതിരിക്കണോ, അല്ലെങ്കിൽ വധം സംഭവിച്ചതിന് ശേഷം അനുശോചനം രേഖപ്പെടുത്തുകയാണ് വേണ്ടത്? CPM കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗിച്ചു വരുന്നത് ഇതാണ് എന്ന് അല്ല. ഈ പറയുന്ന സുഹൃത്തുക്കളെ ഇപ്പോൾ പോലും നിങ്ങൾ ഈ ചർച്ചയ്ക്കിടയിൽ മാധു തന്നെ ആവർത്തിച്ചു ചോദിച്ചു, അദ്ദേഹം അത്തരം ഒരു വധഭീഷണി ഉണ്ടാകാനേ സാധ്യതയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? വളരെ കൃത്യമല്ലേ. പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് ഇതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാരെ പോലും ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഒരു നിലപാട് സ്വീകരിച്ച് പുറത്തേക്ക് വന്ന ഇദ്ദേഹം രക്തസാക്ഷി ആവാതിരിക്കാനുള്ള ജാഗ്രത കോൺഗ്രസ് മാത്രമല്ല മാധു ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും പൊതുസമൂഹവും സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്താ സംശയമുള്ളത്? ഉപദേശവും അല്ല, ഇങ്ങനെ ഒരു വധഭീഷണി ഉണ്ട് എന്ന് പറയുന്നത് രണ്ടും രണ്ട് തന്നെ എന്ന് പറയുന്നു. അതിൽ ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ല എന്നുള്ളതാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇത് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള, അതായത് മധുസൂദൻ ഇനി മത്സരിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുള്ള പ്രചരണമാണ്, വിവാദമാണ്, വാർത്തയുണ്ടാക്കലാണ് എന്ന വിമർശനത്തോടുള്ള മറുപടി എന്താണ് അങ്ങയുടെ? മധുസൂദനൻ മത്സരിക്കുന്നതിന് പിന്നെ കുഞ്ഞികൃഷ്ണൻ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പ്രയാസം ഉണ്ടാവേണ്ട കാര്യം എന്താ? 2011 അദ്ദേഹം മത്സരിക്കുമ്പോൾ ഈ കുഞ്ഞികൃഷ്ണനല്ലേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുഴുവൻ നിന്നത്. ആ മധുസൂദനൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ പാർട്ടിയുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നു. ആ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനകത്ത് ചർച്ച നടക്കണം, അതിൻ്റെ ഭാഗമായി തീരുമാനം. അങ്ങനെ തീരുമാനം എടുക്കുന്നില്ല. കുഞ്ഞികൃഷ്ണൻ പോയി നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്താണ്? രണ്ടാമത്തൊരു തെരഞ്ഞെടുപ്പിന് മുമ്പിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫണ്ടിൻ്റെ കണക്ക് പോലും പറഞ്ഞിട്ടില്ല. പാർട്ടി കമ്മിറ്റിക്കകത്ത് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് അത് പാർട്ടി കമ്മിറ്റി ചെവിക്കൊള്ളുന്നുമില്ല. ഇതെനിക്കറിയാം മാധു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്കും കേന്ദ്ര കമ്മിറ്റിക്കും ഒക്കെ ഇതുപോലുള്ള പരാതികൾ കൊടുത്തിട്ട് ആ പരാതികളുടെ കെട്ട് പിന്നെ മാധു വേണമെങ്കിൽ വന്നാൽ പരിശോധിക്കാവുന്നതാണ്. ഞാൻ സാധാരണയിൽ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ പുറത്ത് പറയാറില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പരിശോധിക്കുന്നതിന്. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പരാതി കിട്ടിയതായ ഒരു തരത്തിലും പരിശോധിക്കാത്തതിന്റെ പ്രശ്നം എനിക്കറിയാം. ടി.പി. ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് ഞാനൊരു പരാതി, ഞാനല്ല ടി.പി. ചന്ദ്രശേഖരൻ, ഞങ്ങൾ തയ്യാറാക്കി കൊടുത്ത പരാതിയാണ്. പരാതി കൊടുത്തിട്ട് അതിനൊരു തീരുമാനമായില്ല. കൺട്രോൾ കമ്മീഷൻ കൊടുത്തു. കൺട്രോൾ കമ്മീഷൻ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു മറുപടി പറയുകയാണ്. എന്താണ്? പിന്നെ ശിക്ഷയുടെ കാലാവധി പൂർത്തിയാവാനായതുകൊണ്ട് പുനഃപരിശോധിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതുപോലെയൊക്കെയാണ് തികച്ചും തെറ്റായി എടുത്തൊരു നടപടി. ആ നടപടി കൺട്രോൾ കമ്മീഷൻ മുമ്പിൽ അപ്പീലുമായി ചെല്ലുമ്പോൾ അത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ഒരു കൊല്ലം പരിശോധിക്കാതെ, ഒരു കൊല്ലത്തെ സസ്പെൻഷനാണ്. ആ ഒരു കൊല്ലം ഒരു പരിശോധന നടത്താതെ വെക്കുകയാണ്. കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് പറയാണ് അത് ശിക്ഷാ കാലാവധി പൂർത്തിയായതുകൊണ്ട് ആവാറായതുകൊണ്ട് പരിശോധിക്കുന്നില്ല. സത്യത്തിൽ ശിക്ഷ ശരിയാണോ തെറ്റാണോ എന്നാണല്ലോ കൺട്രോൾ കമ്മീഷൻ പരിശോധിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ CPM-ന്റെ ഭാഗമായി നിന്നുകൊണ്ട് കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജയന്തൻ സഖാവ് പറയുന്ന പോലെ മേൽക്കമ്മിറ്റിക്ക് പരാതി കൊടുത്തുകൊണ്ട് പാർട്ടിക്കകത്തുള്ള സംവിധാനത്തിൽ പരിഹരിക്കാൻ അങ്ങനെ ഒരു കാലം CPM-ൽ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള പരാതികൾ കാര്യങ്ങളൊക്കെ വലിയ തോതിൽ വിലമതിക്കുകയും അതുപോലെ തെറ്റ് ചെയ്ത ആളുകളെ കൃത്യമായി കണ്ടെത്തുകയും അവരെ നടപടിയെടുക്കുകയും അവരെ തിരുത്തിക്കുകയൊക്കെ ചെയ്തൊരു കാലം നേതാക്കൾക്കെതിരെയും ഉയർന്ന വിമർശനങ്ങളെ പൊതുജനങ്ങൾക്ക് സംശയകരമാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി കൃത്യമായി വിശദീകരിക്കണമെന്ന് പാർട്ടിയുടെ തന്നെ പ്രഖ്യാപിത നിലപാടാണ്. പക്ഷേ ഇവിടെ പണനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ തള്ളിക്കളയുക മാത്രമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.